കൃത്യമായ പരിചരണം ഉണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല പുഷ്ടിയോടെ രോഗപ്രതിരോധ ശേഷിയോടുകൂടി കീടബാധയില്ലാതെ വളരുകയും നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടുന്നത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാനുള്ളത് മണ്ണൊരുക്കും ഒരു പ്രധാന കാര്യമാണ്. നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന നടീൽ വസ്തു നല്ലതായിരിക്കണം. രോഗബാധയും കീടബാധയും ഒന്നും ഇല്ലാത്ത ചെടികളിൽ നിന്ന് എടുത്ത വിത്തുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ തൈകളായിരിക്കണം. പിന്നെ നമ്മുടെ കൃത്യമായ വളപ്രയോഗം, ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ മാത്രമേ നമ്മുടെ കൃഷി വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടമായിരുന്നാലും ശരി തന്നെ, പച്ചക്കറികളായിരുന്നാലും ശരി തന്നെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതിൽ നിന്ന് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട്, ഇന്നത്തെ വിശേഷത്തിൻ്റെ വീഡിയോയിലോട്ട് അല്ലെങ്കിൽ പുതിയ ടിപ്സ് പറയുന്ന വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാമോ? മണ്ണൊരുക്കത്തിനെ കുറിച്ച് എല്ലാവരും അറിയാം. എല്ലാവർക്കും അറിയാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മണ്ണിൽ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് തന്നെയാണ് നമ്മൾ തൈകൾ നടാനുള്ളത്. തൈകൾ നട്ട് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വളപ്രയോഗം നടത്തണം. വളർച്ചയ്ക്ക് അത്യാവശ്യം നൈട്രജൻ വളങ്ങൾ കൊടുക്കുക. പിന്നെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലുപൊടിയും പിന്നെ കീടബാധ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. പൂത്ത് തുടങ്ങുമ്പോൾ ചെടികൾക്ക് വേണ്ടത് പൊട്ടാഷാണ്. അപ്പോൾ പൊട്ടാസ്യം വളങ്ങളാണ് പിന്നെ നമ്മൾ ഈ പൂക്കുന്ന ഘട്ടത്തിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഓർഗാനിക്കായിട്ട് ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചാരം. അപ്പോൾ ചാരം നേരിട്ട് ചെടികളിൽ പ്രയോഗിക്കുന്നതിനേക്കാളും ചാരം കമ്പോസ്റ്റ് ആക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചാരം കമ്പോസ്റ്റ് ആക്കുന്നത്, ഞാനിവിടെ ചാരം കമ്പോസ്റ്റ് ആക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ചാരം കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് ചാക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ ചാരം കമ്പോസ്റ്റ് ആക്കാനുള്ള ചാരം, കുറച്ച് മണ്ണ് വേണം കേട്ടോ, മേൽമണ്ണ്, പിന്നെ അതിലുള്ള വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ചാക്ക് എടുത്തിട്ട് അതിനെ ഞാൻ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങൾ ഇത് ചാരമൊക്കെ ഇതിനകത്തോട്ട് ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ആദ്യം കുറച്ച് മേൽമണ്ണ് ഇടുക കേട്ടോ. കുറച്ച് മണ്ണിട്ടാൽ മതി, ഒരുപാട് മണ്ണൊന്നും വേണ്ട, കുറച്ച് മണ്ണിടുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ചാരം, ഇത് ചാക്കിൽ കെട്ടി വെച്ചിരുന്ന നനഞ്ഞിരുന്ന ചാരമാണ് കേട്ടോ. അതിന് കുഴപ്പമില്ല, ചാരം നമ്മൾ ഇനിയിപ്പം നനയ്ക്കാൻ പോവുകയാണ്. ഇതിന് കുറച്ചധികം ചാരം ഇടുക. വേണമെങ്കിൽ നമുക്ക് ഈ ചാരം ഇട്ട് ഈ മണ്ണും ഇതിങ്ങനെ ലെയറായിട്ട് ഇടുന്നതിനിടയിൽ വേണമെങ്കിൽ ഒരു പിടി കരിയിലയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ കുറച്ച് കരിയില കിടപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പിടിയും കൂടെ വരെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും ഒരു പിടി മണ്ണിടുക. മണ്ണ് ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ, കുറച്ച് മണ്ണിട്ടാൽ മതി, അധികം മണ്ണിടണ്ട. നമ്മൾ ചാരത്തിന് അനുസരിച്ചിട്ടുള്ള മണ്ണ് വേണ്ട, ഇടയ്ക്ക് കുറച്ച് മണ്ണ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വീണ്ടും ചാരം ഇടുക. പിന്നെ ഇതിനൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ഈ ചാരത്തിനെ സംബന്ധിച്ച് നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഓൾറെഡി നനഞ്ഞിരിക്കുകയാണ്. എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നനയ്ക്കുകയാണ്. അപ്പം ഞാൻ ചാരമാണ് ഇട്ടത്. വീണ്ടും ഒരു പിടി കരിയില ഇടുന്നു. കരിയില ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഇലകളെല്ലാം നല്ലതുപോലെ പൊഴിയുന്ന സമയമല്ലേ, അപ്പം ധാരാളം കരിയില എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ കരിയിലയൊന്നും ആരും കളയരുത് കേട്ടോ. അപ്പോൾ കരിയില കമ്പോസ്റ്റ് ആക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ കരിയില കമ്പോസ്റ്റ് ആക്കിയ ചാക്കാണിത്. അപ്പോൾ ഇതിൽ നിന്നുള്ള കരിയില കമ്പോസ്റ്റ് ഞാൻ ഇതിനിടയ്ക്ക് കുറേ പ്രാവശ്യം എടുത്ത് ഉപയോഗിച്ച് കണ്ടോ, നല്ല കമ്പോസ്റ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കൃഷിക്കും ചകിരിച്ചോറൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സീറോ കോസ്റ്റിൽ ഈ കരിയില കമ്പോസ്റ്റ് ചേർക്കാം. ചകിരി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചകിരിച്ചോറോ ചേർക്കുന്നതിനേക്കാളും പ്രയോജനം ഇതുകൊണ്ടുണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മുടെ അയൽവക്കത്തും വഴിവക്കിലും വീട്ടുമുറ്റത്തും ഒക്കെ ഇപ്പോൾ ധാരാളം കരിയിലുള്ള സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും കരിയില പാഴാക്കാതെ അത് കമ്പോസ്റ്റ് ആക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ഈ
ചാക്ക് നിറച്ച് ഒരു ചാക്ക് നിറയെ നിങ്ങൾക്ക് ചാരം ഉണ്ടെങ്കിൽ ചാക്ക് നിറയെ എടുക്കുക, അല്ലെങ്കിൽ ഉള്ള ചാരം ഈ രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം നിറയ്ക്കാൻ പോവാണ് ഈ ചാക്ക്. അപ്പം ഞാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചാരം മൊത്തം ഞാൻ കാണിച്ചതുപോലെ ലെയറായിട്ട് ഈ ചാക്കിനകത്ത് ആക്കി കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഞാൻ നേരത്തെ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നനച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ തന്നെ ഇതിനെ ഒന്ന് നല്ലതുപോലെ നനയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നനച്ച് കെട്ടി നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുന്നത്, ഞാൻ കരിയിൽ കമ്പോസ്റ്റ് ആക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഈ കമ്പോസ്റ്റ് ആക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഓവറായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥാനത്ത് വെക്കരുത്. അപ്പോൾ കുറച്ചൊരു ഷെയ്ഡിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ ചോട്ടിൽ വരുന്നത്. ഇവിടെ നല്ല തണലും നല്ല തണുത്ത ഒരു അന്തരീക്ഷമുള്ള ഒരു ഏരിയയാണിത്. നമ്മുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഈ ഭാഗമാണ് കുറച്ച് മരങ്ങളും ഒക്കെ നിന്നിട്ട് നല്ല തണുപ്പുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ ആ കമ്പോസ്റ്റ് നല്ല രീതിയിൽ കമ്പോസ്റ്റായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഈ ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് ഇട്ട് നമ്മുടെ പച്ചക്കറികൾ നട്ടിരിക്കുന്നതിൽ കുറച്ച് വിളവെടുപ്പിനുണ്ട്. അപ്പോൾ നമുക്കിനി ടെറസിൽ പോയിട്ട് എന്തൊക്കെയാണ് വിളവെടുക്കാനുള്ളതെന്ന് നോക്കാം. നമ്മുടെ ചെടികൾ പൂക്കാനും കായ്ക്കാനും സമയമാകുമ്പോഴാണ് നമുക്ക് പൊട്ടാഷ് വളങ്ങൾ വേണ്ട എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിൽ പൊട്ടാഷ് വളങ്ങളൊക്കെ ചേർക്കുന്നത് ഈ സമയമാകുമ്പോഴാണ്. നമ്മുടെ തക്കാളി പൂത്ത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ വെണ്ട കത്തിരി എല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വിളവെടുപ്പിന് ഭാഗമായിട്ടുള്ളത് നമുക്ക് പയറാണ് കുറച്ച് കൂടുതൽ വിളവെടുപ്പിനുള്ളത്. ഇതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മുടെ ഇതിനകത്ത് എവിടെ കണ്ടാലും ഞാൻ അതിനെ അങ്ങനെ വിട്ടേക്കും കേട്ടോ. ഇതൊക്കെ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകതരമുള്ള ഒരു ടേസ്റ്റും നല്ല ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള ഒരു സാധനമല്ലേ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത്. ഞാൻ പല വീഡിയോസിലും നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പയറൊക്കെയാണ് ഇപ്പം മെയിനായിട്ട് നമുക്ക് വിളവെടുപ്പിനുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പയർ ഇതിപ്പം വൈജയന്തി എന്ന് പറയുന്ന ഒരെണ്ണം പയറാണ് കേട്ടോ. നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള പയർ നമ്മൾ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് വാടിക്കഴിയുമ്പോൾ നല്ല തന്നെ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ഒരു പിടി പയറൊക്കെ നമുക്ക് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നല്ല ആസ്വദിച്ച് നമ്മുടെ തോട്ടത്തിലുള്ളതാണല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും. നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയും. ഒരു പേടിയും വേണ്ട. അതുകൊണ്ട് നല്ല വലിപ്പത്തിലും നല്ല നീളത്തിലും നിറയെ കായ്കൾ. ഇതിപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് മുന്നേ ഒരു 2-3 എണ്ണമൊക്കെ പറിച്ചു, പക്ഷേ ഇത് ഇന്ന് ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ. വേണ്ട നിറച്ച് കായ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വളങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഓർഗാനിക് കൃഷിയിൽ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള വിളവെടുപ്പുകൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാനും കഴിയും, നമുക്ക് ചെലവ് കുറയ്ക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ ചാരം കമ്പോസ്റ്റ് ആക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ വിളവെടുപ്പ് പയർ വിളവെടുപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്.